യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ 3 വർഷമായി വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒത്തിരി കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് സാധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ ഒരു ബുധനാഴ്ച ഓഗസ്റ്റ് മാസത്തിലാണ് ഇങ്ങനെ പറഞ്ഞൊരു വീട് വാങ്ങിക്കണമെന്നുണ്ട്, എല്ലാവരുടെയും സഹകരണം കുറവാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു സഹകരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാനല്ലേ പറയുന്നത് സഹകരിക്കും. ഞാൻ അച്ഛൻ പറഞ്ഞ അഭിഷേകത്തിൻ്റെ ഒരു പാഴ്വാക്കിന് പോലും വിലയുണ്ടല്ലോ എന്നുള്ള മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പ്രത്യേകത്തോടെ ഓർത്ത് ഞാൻ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇവിടെ ചാപ്പലിൽ എഴുതി വെച്ചിരിക്കുന്ന യെശയ്യാ 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന വചനവും ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസത്തിനുള്ളിൽ 35 ലക്ഷം രൂപ ഉണ്ടാക്കി വീട് സ്വന്തമാക്കുന്നതിന് എനിക്ക് സാധിച്ചു. ഞാൻ തന്നെ പോയി കണ്ടു. അതിനൊക്കെയുള്ള ധൈര്യം എനിക്ക് പരിശുദ്ധാത്മാവ് ഇവിടെ ദിവികാരുണ്യ സന്നിധിയിൽ നിന്ന് എനിക്ക് നൽകി. അതിനാൽ യേശുവിന് 1000 നന്ദി പറയുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സ്വന്തമായ വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് താലിമാല വരെ പണയം വെച്ച് പറമ്പ് വാങ്ങുന്നു. ചിലർക്ക് വീണ്ടും ചതിക്കൊടിയിൽ കടബാധ്യതയിൽപ്പെട്ടു പോകുന്നു. സ്വന്തമായ വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ. അതാണ് ദിവികാലമരി ഭവനത്തിൻ്റെ ആഗ്രഹം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. സാക്ഷ്യം പറഞ്ഞ മകളോടൊപ്പം അസാധ്യമായത് ഒന്നും കയ്യിലില്ല. 35 ലക്ഷത്തിന് 30 or 15 ലക്ഷമോ കയ്യിലില്ല. എങ്കിലും വിശ്വാസത്തോടെ ധൈര്യമായി ഉള്ളത് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ സഹായിക്കേണ്ടവർ സഹായിച്ചു. നമുക്കും ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി കൊടുക്കേണ്ടവർ കൊടുക്കുവാനുള്ള മനസ്സ് ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കൂട്ടായ്മ നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്, വീടില്ലാതെ നിന്റെ സഹോദരനെ നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ വിവാഹപ്രായമായ നിന്റെ പ്രിയപ്പെട്ടവന്റെ മകളുടെ കാര്യം നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും കാണാനായിട്ട് മനുഷ്യ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീട് ലഭിച്ച മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.